ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു ബാലതാരമായ ടെലിവിഷനിൽ തുടങ്ങി മലയാള സിനിമയിലെ ഏറ്റവും അവിസ്മരണീയവും വ്യത്യസ്തവുമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഓരോ കഥാപാത്രത്തെയും തൻ്റെതായ ശൈലിയിലൂടെ വളരെയധികം മികച്ചതാക്കുന്ന ഷെയ്ൻ നിഗത്തിന്റെ ആകർഷകമായ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1995 ഡിസംബർ 21 കൊച്ചിയിൽ ജനിച്ച ഷെയ്നിന് അഭിനയത്തോടുള്ള ബന്ധം ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. അദ്ദേഹം പ്രശസ്ത നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ അഭിയുടെ മകനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോയിലൂടെയും പിന്നീട് ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഹലോ കുട്ടിച്ചാത്തനിലൂടെയും ശ്രദ്ധ നേടി. എന്നാൽ വെള്ളിത്തിരയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2010 താന്തോന്നി എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിന് ശേഷം 2013 നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അന്നയും റസൂലും തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സഹവേഷങ്ങൾ ചെയ്തു. നായകനായുള്ള അദ്ദേഹത്തിന്റെ വഴിത്തിരിവായ ചിത്രം 2016 പുറത്തിറങ്ങിയ കിസ്മത്തായിരുന്നു. ഇർഫാൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ച തീവ്രവും ഹൃദയസ്പർശിയുമായ പ്രകടനം ഷെയ്നിനെ മലയാള സിനിമയുടെ വാഗ്ദാനമായി ഉയർത്തി. ഇതിനു പിന്നാലെ കെയർ ഓഫ് സൈറ ബാനു, പറവ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 2019 ഷെയ്ൻ നിഗം പുതിയൊരു തലത്തിലേക്ക് എത്തി. ആ വർഷം അദ്ദേഹം 2 നിർണായക പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ആദ്യം കൾട്ട് ക്ലാസിക്കായ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബി എന്ന കഥാപാത്രം. അലസനും എന്നാൽ ആത്മാവുള്ളവനുമായ സഹോദരനെ ഷെയ്ൻ അവതരിപ്പിച്ചത് അദ്ദേഹത്തെ യുവജനങ്ങളുടെ ഇഷ്ടതാരമാക്കി. തുടർന്ന് തീവ്രമായ പ്രണയ ത്രില്ലറായ ഇഷ്കിൽ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അദ്ദേഹം തന്റെ വൈവിധ്യമാർന്ന അഭിനയശേഷി തെളിയിച്ചു. സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമായ ഭൂതകാലത്തിലൂടെ അദ്ദേഹം തന്റെ അതിരുകൾ വീണ്ടും വികസിപ്പിച്ചു. വിനു എന്ന കഥാപാത്രമായി അദ്ദേഹം കാഴ്ചവെച്ച ആഴത്തിലുള്ള പ്രകടനം നിരൂപക പ്രശംസ നേടി. 2023 ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ചിത്രമായ RDX റോബർട്ട് ഡോണി സേവിയറിലൂടെ അദ്ദേഹം തന്റെ വാണിജ്യപരമായ മൂല്യം തെളിയിച്ചു. കബഡി അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്പോർട്സ് ആക്ഷൻ ചിത്രം ബൾട്ടി ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. നിരവധി വിവാദങ്ങളെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. എന്നാൽ കലയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായിച്ചു. തന്റെ കഥാപാത്രങ്ങളോടുള്ള ആഴമായ വൈകാരിക ബന്ധമാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ശക്തി. ഭൂതകാലം എന്ന ചിത്രത്തിൽ സഹസംവിധായകനായും ഗായകനുമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തിനും തന്റേതായ ഊർജം നൽകി മലയാള സിനിമയിൽ തനതായ ഒരിടം കണ്ടെത്തിയ മികച്ച നടനാണ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിന്റെ ഏത് പ്രകടനമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.